റീന, ഒരു തെറപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലയന്റിന് ഉണ്ടാവുന്ന ഇമ്പ്രൂവ്മെന്റ് നമ്മള് പറഞ്ഞു, നമ്മള് നെസസറി ആയിട്ടുള്ള തെറപ്പീസ് കൊടുത്തു, എന്നിട്ട് ആ ക്ലയന്റിന് ഉണ്ടാവുന്ന ഇമ്പ്രൂവ്മെന്റ്സ് എന്നും ഒരു തെറപ്പിസ്റ്റിന്റെ ഒരു സക്സസ് ആണ്. അത് നമ്മൾ എന്നും ചെറിഷ് ചെയ്യുന്ന ചില മൊമെന്റ്സ് ആണ്. അപ്പൊ അതേപോലെ റെയ്നക്ക് റീസെന്റ് ഉണ്ടായിരുന്ന ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിഷ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറി എന്തെങ്കിലും ഷെയർ ചെയ്യാമോ? ഡെഫിനറ്റ്ലി അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് തന്നൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ആളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോ ആള് ശരിക്കും നമ്മുടെ അടുത്ത് വന്നത് മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവര് മക്കളോട് വല്ലാതെ ദേഷ്യപ്പെട്ടു പോവാണ്, എന്താ ചെയ്യണ്ടേ എന്നറിയാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ അടുത്ത് വന്നത്. തീരെ ഒരു എന്താ പറയാ വല്ലാത്തൊരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ആള് വന്നത്. അപ്പൊ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പോ നമുക്ക് മനസ്സിലായത് ആള് ഫസ്റ്റ് തിങ് ജോയിന്റ് ഫാമിലിയിലാണ് നിൽക്കുന്നത്. അപ്പൊ പലരുടെ ഒപ്പീനിയൻസ്, മക്കൾ നോക്കേണ്ട രീതികള്, പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ആ ജോയിന്റ് ഫാമിലിയിൽ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ആള് പറഞ്ഞൊരു കാര്യം, ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ പല രീതിയിൽ വേണം. ചിലർക്ക് മധുരം കൂട്ടി, മധുരം കുറച്ച്, കടുപ്പം കൂട്ടി. അപ്പൊ അത് തന്നെ വലിയൊരു സ്ട്രെസ് ആണല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി അത് ചെയ്യണം. അവരുടെ മൂത്ത മോന് റെയർ ആയിട്ടുള്ള ഒരു ഡിസീസ് ഉണ്ട്. സോ അങ്ങനെ എക്സ്ട്രാ കെയർ കൊടുക്കണം. അതും അവരെ സംബന്ധിച്ച് ഡെയിലി ബേസിസിൽ ഇങ്ങനെ പോവാണ്. അപ്പോ അവർക്കത് ചെയ്യുന്നതിലൊരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ബാക്കി കാര്യങ്ങൾ നോക്കുന്നതിന്റെ ഇടയിൽ ഇതും കൂടി നോക്കുമ്പോൾ അതൊരു സ്ട്രെസ് ആണല്ലോ. ആള് വർക്ക് ചെയ്യുന്നില്ല, ആള് ബി എഡ് ഒക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ ആളുടെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ആൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആൾക്ക് 3 കുട്ടികളാണ് ഉള്ളത്. അതും ഭയങ്കര അടുപ്പിച്ച് ഏജസ് ഉള്ള കുട്ടികളാണ്. അപ്പൊ എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 5 years ആയിട്ട് ആള് കണ്ടിന്യൂസ്ലി ബ്രസ്റ്റ് ഫീഡിങ് ആണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും ആൾക്കുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് ആള് നമ്മുടെ അടുത്ത് വന്നത്. അപ്പൊ ആള് ഷെയർ ചെയ്തൊരു വേറൊരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആളുടെ ഹസ്ബൻഡ് ആളുടെ അടുത്തില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ആളെടുക്കണം. ഹസ്ബൻഡ് ബിസിനസ് ആയിട്ട് വേറൊരു സ്ഥലത്താണ്. അപ്പൊ ഹസ്ബൻഡ് വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇൻലോസ് ഒക്കെ ആയിട്ട് ഇൻലോസിന്റെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും, അപ്പൊ ഒരു വീടിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതും ആൾക്കൊരു സ്ട്രെസ് ആയിട്ട് തന്നെയാണ് ആള് പറഞ്ഞത്. ഉറപ്പായിട്ടും അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി, പിന്നെ അത്രയും ഒരു ഇപ്പൊ റെയർ ഡിസീസ് ഉള്ള ഒരു കുട്ടിയെ റേസ് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു ഇഷ്യൂസ് എന്തായാലും ആ ഒരു പേഴ്സൺ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയായിരുന്നു സെഷൻസ് തുടങ്ങിയതും പിന്നെ ഉള്ള സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത അവരുടെ ഒരു സെൽഫിൽ നിന്നാണ്. കാരണം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വലുത് തന്നെയാണല്ലോ. ഡെഫിനറ്റ്ലി ഇത്രയും കാര്യങ്ങൾ ജഗിൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് അവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്ന് അഡ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് പാരന്റിങ് പതിയെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അവരുടെ സെൽഫിൽ നമ്മളൊന്ന് വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ തന്നെ ശരിക്കും ചേഞ്ചസ് ആക്ച്വലി കണ്ടു തുടങ്ങി. ആൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, ആളെ ഫസ്റ്റ് സെഷനിൽ കണ്ട് പിന്നെ രണ്ടാമത്തെ സെഷനിൽ കണ്ടപ്പോൾ തന്നെ ആക്ച്വലി ചെറിയൊരു ഡിഫറൻസ് ആള് പറഞ്ഞു, ദേഷ്യത്തിന് ചെറിയൊരു കുറവുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പതിയെ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്തു. അതായത് അവരൊരു കുഞ്ഞുങ്ങളൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞുണ്ടായ മാറ്റങ്ങൾ ആക്ച്വലി നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ശരിക്കും നമ്മൾ കണ്ടു തുടങ്ങിയത്. അപ്പം ആൾ നമ്മളോട് ഒരു 3 months ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു ബോണ്ടിങ് സ്റ്റെപ്സും പിന്നെ അതുപോലെ അവർ ഇമോഷൻസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ തുടങ്ങിയപ്പോ മക്കളുടെ ബിഹേവിയറിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് തന്നെ അവര് നോട്ടീസ് ചെയ്ത് തുടങ്ങി. അതായത് ആദ്യം വന്നപ്പോ പറഞ്ഞൊരു ഇൻസിഡന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഉമ്മക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എപ്പോഴും മൂത്ത കുട്ടി പറയും. കാരണം ചോദിക്കുമ്പോൾ എപ്പോഴും ബാക്കിയുള്ള 2 പേരെയാണ് നോക്കുന്നത്, എന്നെ നോക്കുന്നില്ല, എന്നെ ഉമ്മക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി കെയർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അവൻ തന്നെയാണ്. പക്ഷെ അവർ 2 കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അവർക്കും കെയർ കൊടുക്കുമ്പോൾ മോൻ കുറച്ച് സെഷൻസ് കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചു വന്നപ്പോ ആള് പറഞ്ഞത്, എനിക്കറിയില്ല എങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു മാറ്റം വന്നേന്നുള്ളത്. മോനിപ്പോ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ പഴയ പോലെ വാശിയില്ല. അല്ലെങ്കിൽ പണ്ട് എപ്പോഴും കോൺസ്റ്റന്റ്ലി പറയായിരുന്നു ഉമ്മാക്ക് എന്നെ ഇഷ്ടമല്ല, ഉമ്മാക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളത് പറയായിരുന്നു. അതിനിപ്പോ പറയുന്നേ ഇല്ല എന്നുള്ളതാണ്. എപ്പോഴും ഹഗ് ചെയ്യുക, അവർ തമ്മിൽ നല്ല കോൺവെർസേഷൻ ഉണ്ടാവുക, ആൾക്ക് തന്നെ നല്ല ക്ഷമ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആളുടെയും ഒരു ദേഷ്യത്തിന് കുറവുണ്ട്. മക്കളുടെ ടാൻഡ്രംസ് കുറഞ്ഞപ്പോൾ തന്നെ ആള് കുറെയൊക്കെ ഹാപ്പിയായി. പിന്നെ ഡെഫിനറ്റ്ലി ജോയിന്റ് ഫാമിലി ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഷീസ് ഏബിൾ ടു ഹാൻഡിൽ മച്ച് മോർ ബെറ്റർ എന്നാണ് പറഞ്ഞത്. 3 മാസത്തോളം ക്രിങ്കിന്റെ ജേർണിയിൽ റെയ്ന ഹാൻഡ് ഇൻ ഹാൻഡായി സപ്പോർട്ട് സിസ്റ്റമായി നിന്ന് കൂടെ നിന്നതിന് എന്ത് ഫീഡ്ബാക്ക് ആണ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായത്? അവര് പറഞ്ഞത് മക്കളുടെ ഇഷ്യൂസ് ഇപ്പൊ തീരെ ഇല്ല എന്ന് തന്നെയാണ് അവര് പറഞ്ഞത്. അപ്പൊ ഒരു എക്സാമ്പിൾ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ടൊക്കെ അവര് പുറത്തു പോകുന്ന ടൈമില് മക്കളിങ്ങനെ കരയുമായിരുന്നു അവരെ കൂടെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ എപ്പോഴും നമുക്ക് മക്കളെ കൂടെ കൂട്ടാൻ പറ്റില്ലല്ലോ അത്യാവശ്യങ്ങൾക്കൊക്കെ പോകും. പക്ഷെ അതങ്ങനെ കരഞ്ഞ് അത്രയും ടാൻഡ്രംസ് ആയിരുന്നു. അപ്പൊ ഒരു ഷെയർ ചെയ്തൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് പുറത്തു പോകുന്ന ടൈമിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അവർ ഹാൻഡിൽ ചെയ്യാൻ ആക്ച്വലി ഇറ്റ്സ് വെരി ഈസി എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പം
അത് വലിയൊരു സന്തോഷം തന്നൊരു കാര്യമാണ്. പിന്നെ ആളുടെയും ദേഷ്യത്തിൽ നല്ല കുറവുണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു ഹാപ്പിനെസ് തന്നെയാണല്ലോ. പിന്നെ ആളുടെ ഹസ്ബൻഡ് തന്നെ ആളോട് പറയുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞെ, അതായത് എന്തായാലും കൊടുത്ത പൈസ മുതലായി എന്ന് തന്നെ പറഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ആള് പറഞ്ഞ വേറൊരു പോയിന്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, നിങ്ങൾക്ക് എന്റെ ലൈഫിൽ ഒരു ഗെയിം ചേഞ്ചർ ആണ് എന്നുള്ളത് പറഞ്ഞതൊക്കെ ഒത്തിരി ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ വേറൊരു കാര്യം ആള് പറഞ്ഞത്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയതാണ്, അവര് സിബ്ലിങ്സ് തമ്മിലുള്ള വഴക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ബേബി, ഒരു വയസ്സുള്ള ബേബി ഉണ്ട്, അപ്പൊ ബേബിനെ ഡിസ്റ്റർബ് ചെയ്യലാണ് മൂത്ത രണ്ടാളുടെയും സ്ഥിരം പരിപാടി. അതൊന്നും ഇപ്പൊ ഇല്ല, വലിയ കുഴപ്പമില്ലാതെ അതും പോകുന്നുണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞു. അപ്പൊ അതും വലിയൊരു ഹാപ്പിനെസ് എന്നൊരു കാര്യമാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആള് BEd കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ, അപ്പൊ ആൾക്ക് വർക്ക് ചെയ്യണം എപ്പോഴെങ്കിലും, ഡെഫിനറ്റ്ലി ഒന്ന് മക്കൾ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ആയിട്ട് ഒന്ന് വർക്ക് ചെയ്യാൻ പോകണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ആള് പറഞ്ഞൊരു സംഭവം, ഇപ്പൊ മക്കളുടെ അടുത്ത് ബോണ്ട് ചെയ്തതിനു ശേഷം അവരെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് ഈസി, അത് എത്രത്തോളം എഫക്റ്റീവ് ആണ്, അവരുടെ ഇമോഷൻസ് കണക്ട് ചെയ്ത് അവരുമായിട്ട് ബോണ്ട് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് സ്വന്തം മക്കളുടെ കാര്യത്തിൽ മനസ്സിലായി. അപ്പൊ പഠിപ്പിക്കാൻ പോകുന്ന ടൈമിൽ ആളുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഇതേ മെത്തേഡ് ഫോളോ ചെയ്താൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് കുഞ്ഞുങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു പോയിന്റ് ആള് പറയാം. ആള് പറഞ്ഞത് എനിക്ക് വലിയൊരു ഈ ഒരു റിയലൈസേഷൻ, അതായത് നമ്മൾ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഒരു ഇമോഷണൽ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അവരിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു വലിയ റിയലൈസേഷൻ അവർക്ക് ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യം അവരുടെ ഒരു ടീച്ചിങ് കരിയറിലും ഒത്തിരി യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ അത് വലിയൊരു റിയലൈസേഷൻ ആയിട്ട് അവർ പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സ്റ്റോറി. അപ്പൊ ഇവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിനെസ് തന്നൊരു സക്സസ് തന്നെയാണ് അവരുടെ ലൈഫിൽ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. ക്രിങ്കിലൂടെ പാരന്റ്സിന് ഒരു വൈറ്റൽ ചേഞ്ച് ഉണ്ടാക്കാനും അവര് വിചാരിച്ച പോലത്തെ ഒരു ലൈഫ് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു സക്സസ് തന്നെയാണ്. വേറൊരു സക്സസ് സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.